ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പണി ഈ കാണുന്ന ഫ്ലവർ മില്ലിന്റെ മെയിൻ ഷാഫ്റ്റിന്റെ മെയിൻ ബിയറിംഗ് പോയിട്ടുണ്ട്. അത് മാറ്റലായിരുന്നു ഇന്നത്തെ പണി. അതിനായിട്ട് പുള്ളറും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെയ്ത് പകുതി എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വലിയ പുള്ളർ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം വലിയ പുള്ളറിന് പിടുത്തം കിട്ടുന്നില്ല. ചെറിയ പുള്ളർ രണ്ടെണ്ണം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തുരുമ്പൊക്കെ പിടിച്ച് ത്രെഡൊക്കെ ജാമായിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പുള്ളർ ഒരു വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. മണ്ണെണ്ണ ഒഴിച്ചും തട്ടി ഞാൻ കുറേ നേരം 10-11:30 മണി വരെ രാത്രി ഇരുന്നു. അവസാനം ഗ്യാസിൽ ചൂടാക്കിയിട്ട് തട്ടി ശരിയാക്കി എടുത്തു. പുള്ളർ വീണ്ടും അസംബിൾ ചെയ്തു. അങ്ങനെ പുള്ളറൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും മില്ലിൻ്റെ പണി തുടങ്ങി. പ്രാവശ്യം യൂസ് ചെയ്തത് ചെറിയ പുള്ളറായിരുന്നു. വലിയ പുള്ളർ രണ്ടാമത്തെ പുള്ളർ ശരിയാക്കാൻ പറ്റിയില്ല. 2 ലിവർ ഇട്ട് കട്ടറിൻ്റെ ബാക്കിലായി പിടിച്ച് സ്പാനർ കൊണ്ട് സെറ്റ് ചെയ്തു അഴിക്കാനായിട്ട്. അങ്ങനെ ഇത് അഴിക്കാനായിട്ട് തുടങ്ങി. പതുക്കെ ഞങ്ങൾക്ക് മനസ്സിലായി 0.5 ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ സ്ലോലി നിരന്തര പരിശ്രമം കൊണ്ട് ഇങ്ങനെ പതുക്കെ അഴിച്ചെടുത്തു. വീഡിയോയിൽ ഫുൾ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ടൈം ലാപ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇടയ്ക്ക് സ്പാനർ സ്ലിപ്പായിട്ടും മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആയിട്ടും ഇടയ്ക്കൊന്ന് വീണ്ടും നിർത്തേണ്ടി വന്നിരുന്നു. അങ്ങനെ വീണ്ടും തുടങ്ങി നിരന്തര പരിശ്രമമായിരുന്നു. ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നു. എൻ്റെ കൂടെ അന്തോണിയിട്ട് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയണ മാതിരി ട്രൈ അഗൈൻ ഫെയിൽ ബെറ്റർ എന്നാണല്ലോ. അങ്ങനെ നിരന്തര പരിശ്രമം കൊണ്ട് ഫൈനലി പുള്ളർ ടൈറ്റായി പതുക്കെ ടൈറ്റായി തുടങ്ങി. അത് അനങ്ങാൻ തുടങ്ങിയായിരുന്നു ഫ്ലവറിൻ്റെ മെയിൻ ഷാഫ്റ്റ്. പതുക്കെ തിരിച്ച് പതുക്കെ ഊരിയെടുത്തത്. ഫൈനലി അത് പുറത്തേക്ക് എടുത്തു. അതിൻ്റെ ഷാഫ്റ്റിൻ്റെ കട്ടറും കീയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നീട് അയച്ചെടുത്ത ഭാഗം കാറിൽ കയറ്റി സർവീസ് സെൻറ്ററിൽ കൊടുക്കാനായിട്ട് ഒല്ലൂരിലേക്ക് പോണ വഴിക്ക് ഗേറ്റ് അടവെട്ടി ഒല്ലൂർ വെച്ച്. ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.